നിങ്ങളല്ലേ ഇത്? അതെ, ഞാനും വേറെ കൂടിയുണ്ട്. ആളെ വിളിക്ക്. അറിയാവോ? രേണുസുതിയോ? നന്നായിട്ട് അറിയാല്ലേ? ഇതാരാ? നിങ്ങളാണല്ലേ? നല്ല രീതിയിൽ പണി തന്നല്ലോ. അതെ, കോമഡി ഒക്കെ ആയിരിക്കും. ഇതുപോലെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. രണസുനയും മറ്റേ സുനയും മറ്റേ സുനയും. ഈ രേണുസുതി എന്ന് പറഞ്ഞ ആളെ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ലോകം ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് മലയാള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാളുടെ മരണം, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വിധവ അല്ലെങ്കിൽ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഇത്രയധികം കേരളം അല്ലെങ്കിൽ മലയാളികൾ ഫോളോ ചെയ്യുന്നത്. കലാകേരളത്തിന് അല്ലെങ്കിൽ ഹാസ്യലോകത്തിന് കൊല്ലം സുധി സംഭാവന നൽകിയതിനേക്കാളും അധികം അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ നൽകാൻ കേപ്പബിലിറ്റി ഉള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണുസുതി. അത് ഈ രേണുസുതിൻ്റെ മ്യൂസിക് ആൽബം, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചില ഷോർട്ട് ഫിലിം, അതിനൊന്നും അടിസ്ഥാനപ്പെടുത്തി ഞാൻ പറഞ്ഞതല്ല. ഈ രേണുസുതിനെ അനുകരിച്ച് അവരുടെ നിലവിലത്തെ സോഷ്യൽ മീഡിയ കണ്ടന്റുകളെ അനുകരിച്ച് കുറേയധികം പുതിയ കലാകാരന്മാർ വരുന്നുണ്ട്, ഇഷ്ടംപോലെ കലാകാരന്മാർ വരുന്നുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ഈ രേണുസുതിനെ ഒന്ന് അനുകരിച്ച് അവരുടെ ജീവിതം ഒന്ന് ആളുകളുടെ മുൻപിലേക്ക് ഇട്ടുകൊടുത്ത് ഈ കലാലോകത്തിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഈ രേണുസുതിയുടെ വലിയൊരു സാധ്യതയാണ് ഉപയോഗിക്കുന്നത്.